ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ മാജിക് റിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡ് ഡിഫിക്കൽട്ടായി തോന്നുന്നവർക്ക് രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് മെത്തേഡ്സ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള മാജിക് റിംഗിന്റെ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. ഈ മാജിക് റിംഗിന്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ അമിഗുർമി പ്രൊജക്ട്സിനും ഗ്രാനി സ്ക്വയേഴ്സിനും അതേപോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ട്സിനും ഒക്കെ നമുക്ക് മാജിക് റിംഗിന്റെ ആവശ്യമുണ്ട്. എല്ലാ പ്രൊജക്ട്സും സ്ലിപ്പ് നോട്ടിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വേഗം പോയി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിനായിട്ട് ഞാനിവിടെ 3.5 mm ക്രോഷ്യ ഹുക്കും താജ് മൂസിന്റെ യാണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഹുക്കും ഏത് യാൺ വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച പോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ യാണിന്റെ ചെറിയ ലെങ്ത് എന്റെ കൈയിന്റെ ഉള്ളിൽ വെച്ച് 2 ഫിംഗറിന്റെ മുകളിലൂടെ ഇത് ക്രോസ് ആയി പിടിക്കുന്നു. എന്നിട്ട് ഈ അടിയിലെ ത്രെഡിന്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മേലത്തെ ത്രെഡ് പുറത്തോട്ട് വലിച്ചെടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോമാണ് കിട്ടുക. അപ്പോ ഞാനിനി എൻ്റെ ഹുക്കും യാണും ഇവിടെ മുറുകെ പിടിച്ചതിന് ശേഷം എൻ്റെ വിരലുകൾ ഞാൻ പുറത്തോട്ട് എടുത്തു. ഓക്കെ, ഇനി സാധാരണ നിങ്ങൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന പോലെ ഒരു നോട്ട് ഇടുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മാജിക് റിംഗ്. ഇങ്ങനെ ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് മാജിക് റിംഗ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഇത് അഴിക്കണമെങ്കിൽ ഹുക്ക് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. കണ്ടോ, ഇത് പെട്ടെന്ന് തീർന്നു. ഇനി സെക്കൻഡ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നോർമലായിട്ട് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക, 1 and 2. ഇനി നിങ്ങൾ അമിഗുർമി പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി 6 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സ്ലിപ്പ് നോട്ടിന്റെ അകത്തേക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നിങ്ങൾ ചെയ്യുക, 1 2 3 4 5 and 6. 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ആണ് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സർക്കിൾ ക്ലോസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇത് ടൈറ്റൻ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ സ്പേസ് കുറഞ്ഞു വരും. നോർമലായിട്ട് മാജിക് റിംഗ് ചെയ്ത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ ഇത് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഹോൾഡറിന്റെ ട്യൂട്ടോറിയലിൽ ഞാൻ മാജിക് റിംഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ലിപ് ബാം ഹോൾഡറിന്റെ ട്യൂട്ടോറിയൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ ഈ 2 മെത്തേഡാണ് യൂഷ്വലി മാജിക് റിംഗ് ഉണ്ടാക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതേപോലത്തെ മോർ ടിപ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.